ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കഡാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ടെറസിലുള്ളൊരു മാവാണിത്. അത് ഒരു ചാക്കിലതിനത് സിമെൻറ്റ് ചാക്കിലതിനത് സിമെൻറ്റ് ചാക്കൊക്കെ ആകെ പോയി പിടുത്തം വിട്ടിക്ക്. അപ്പോൾ അതിൽ നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ചട്ടിയിലേക്ക് നമ്മൾ ആ മാവ് മാറ്റുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. മാവ് പൂത്തിട്ടുണ്ട്. ഇപ്രാവശ്യം മാവ് ഉണ്ടാകുമെന്ന് അറിയില്ല. മാവ് പൂത്ത മാവാണ്. അപ്പോൾ അതിൽ വെള്ളം ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളം നിൽക്കില്ല. ഒക്കെ ചാക്കാകെ പിടുത്തം വിട്ടിക്കുക. അപ്പം ചട്ടി മാറ്റിയില്ല, ഇനി ശരിയല്ല. മണ്ണൊന്നും നിൽക്കുന്നില്ല. മണ്ണൊക്കെ പുറത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വളം ഇടാൻ കഴിയുന്നില്ല. അപ്പോൾ ചട്ടി നിർബന്ധമായിട്ട് വാങ്ങണം. അപ്പോൾ ചട്ടിയൊക്കെ വാങ്ങി ഒരു 18 അങ്ങനെ ചട്ടി. അപ്പോൾ അതിൽ 200 രൂപയാണ് ചട്ടിക്ക്. അധികം വലിപ്പമൊന്നുമില്ല, എന്നാലും ഒരു കൊല്ലമൊക്കെ അതിലാണ് നിന്നോളൂ. അതിനെ വലുത് മാറ്റില്ല. അപ്പോൾ അടിയിൽ തന്നെ നമ്മൾ ആദ്യം ഒരു ആ തൊൾക്കൊക്കെ നമ്മൾ ഓടുമ്പൊട്ടൊക്കെ വെച്ച് കുറച്ച് ചപ്പ് വരുന്നതാണ്. അടിയിൽ ചപ്പ് കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ചപ്പ് കുറേ കഴിയുമ്പോൾ അതിനിങ്ങനെ നല്ലൊരു വളമായി മാറും. അപ്പോൾ അടിയിൽ കുറച്ച് ചപ്പ് കഴിഞ്ഞ് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് മാവ് അതിലേക്ക് എടുത്ത് മാറ്റും. വഴിയിൽ നമ്മളെ പിലാവിൻ്റെ ചപ്പാണ് ഇട്ടത്. അത് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഒക്കെ നല്ല വളമായി ചീഞ്ഞു പോകും. നല്ലൊരു വളമായിരിക്കും. അടിയിൽ ഇട്ടിട്ടാണ് ചപ്പിട്ടാൽ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മണ്ണിടുക. അതിന് ശേഷം നമുക്ക് ആ മാവ് ആ കവറൊക്കെ ഒഴിവാക്കിയിട്ട് ചട്ടിയിൽ മാറ്റാം. ആ പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഒന്നായിട്ട് വേര്. പ്ലാസ്റ്റിക്കിൻ്റെ സിമെൻറ്റ് ചാക്കാണ്. സിമെൻറ്റ് ചാക്കിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വന്ന ആകെ വേരാണ്. ഇപ്പോൾ ആകെ ഒന്നായിട്ട് നുരുമ്പിക്കുക. ഏകദേശം എനിക്കുള്ളൊരു 1.5 വർഷമായല്ലേ. അപ്പം മുകളിൽ ടെറസിലായിക്കൊണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട് ആകെ നുരുമ്പിക്കുക. ഇപ്പം അതിനി മാറ്റല ഒരു വ്യൂവില്ല. അപ്പോൾ അതിൽ വളം ഇടാൻ പറ്റില്ല, വെള്ളം ഒഴിക്കാൻ പറ്റില്ല, ഒക്കെ പുറത്തേക്കാം. ചട്ടിയും അതിന് മെല്ലെ നമ്മൾ മാറ്റി കവർ മാറ്റിയിട്ട് ഇതിലേക്ക് എടുത്തേക്കണം. ചാക്ക് മാറ്റാനാണ് ഭയങ്കര പ്രശ്നം. വേര് കംപ്ലീറ്റ് അടിഭാഗത്തും ചാക്കിൻ്റെ ഉള്ളിൽ കൂടി അടിഭാഗത്തൊക്കെ കയറിയിട്ടുണ്ട്. നല്ല വേരാണ്. അടിഭാഗത്താണ് വേര്. ഒക്കെ ചാക്കിൻ്റെ ഉള്ളിലേക്കാണ് കയറി. പ്ലാസ്റ്റിക് കവറായാൽ പിന്നെ ആ പ്രശ്നമില്ല. ഉള്ളിലേക്ക് അങ്ങനെ കയറില്ല. ആ തൊള്ളിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തൊള്ളിനുള്ളിൽ കൂടെ മാത്രമേ വേര് കയറൂ. ഇത് ഈ പ്ലാസ്റ്റിക് സിമെൻറ്റ് ചാക്കായത് കൊണ്ട് അതിനുള്ളിൽ കൂടെ ഒക്കെ വേര്. ആ വേര് കുറേയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യത. കുറച്ചൊക്കെ ആകെ പൊട്ടിപ്പോകും. ആരും വല്ലാണ്ടൊന്നും പൊട്ടിയില്ല. അതിന് കത്തിയോണ്ടൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത്. ഈ സമയം നമ്മൾ മാറ്റുന്ന വലിയ ഗുണമെന്നുള്ളതല്ല. അല്ല, വെയിലെ സമയത്ത് മാറ്റുന്ന വലിയ ഗുണമാണ്. എന്നാലും ഇപ്പോൾ ചാക്കിന് മാറ്റാണ്ടിരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് മാറ്റുന്നത്. അതുകൊണ്ടാണ് അടിഭാഗത്ത് വേര് കംപ്ലീറ്റ് വേരാ. ചാക്കുമേൽക്ക് അങ്ങോട്ട് പതിഞ്ഞ് നിൽക്കുക. ചാക്കിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറിയിട്ട് ചാക്ക് എങ്ങനെയെങ്കിലും ആയിട്ട് ഒഴിവാക്കി എടുക്കണം. ചാക്ക് ഇങ്ങനെ ഒന്നായിട്ട് നിർമ്മി പാലാണ്. മഴ വരെ നിൽക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിൽക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് ചട്ടിയിലേക്ക് അങ്ങോട്ട് എടുത്തേക്കണം. അപ്പോൾ ചാക്കൊക്കെ ഒഴിവാക്കി നമ്മൾ ചട്ടിക്ക് മാറ്റി. ചട്ടിയിൽ ഫുള്ളാണ്. ഇനിയിപ്പോൾ അതിൽ കണ്ടെന്ന് പറഞ്ഞ മാതിരി അധികം സ്ഥലമൊന്നുമില്ല. ഏതായാലും അങ്ങനെ ആക്കി. ഇനിയിപ്പോൾ അതിൽ മുകളിൽ കുറഞ്ഞ വളമൊക്കെ വേറി. ഇനിയിപ്പോൾ നല്ലോണം നനച്ചു കൊടുക്കാമല്ലോ. നനച്ചൊരു വെള്ളം മേലെ കൂടെ പോകില്ലല്ലോ. മറ്റേ സൈഡിൽ കൂടെ ഒക്കെയാണ് ഒഴുകി പോവുകയാണേ.
കുറച്ച് വളം പിന്നെ ചാണകപ്പൊടിയും കോഴിക്കാടും എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് ചായി. ഇനി പ്രശ്നമില്ല. പിന്നെ കുറച്ച് ഡോളോമെറ്റ് അതിൻ്റെ മുകളിൽ വേറെ കൊടുത്ത് മണ്ണ് ഈച്ചൻ്റെ വരൊക്കെ ഒന്ന് കറക്റ്റായിക്കോട്ടെ. കുറച്ച് ഡോളോമെറ്റ് ഇട്ട് കുറച്ച് മാങ്ങൊക്കെ നല്ലോണം പൂത്തിനു. ഇഷ്ടം പോലെ പൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ കൊഴിഞ്ഞു പോയി. കുറച്ച് മാങ്ങ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വളമൊന്നും ഇട്ടാൻ കഴിയാത്ത ഒക്കെ ആയിരിക്കും അങ്ങനെ മാങ്ങ പിടിക്കാനെന്ന്. എന്നാൽ വിചാരിച്ച് ചട്ടിക്ക് മാറ്റണമെന്നൊക്കെ. പക്ഷേ ഇതുവരെ നമുക്ക് സമയം കിട്ടിയില്ല. സാധനം ഇല്ലായിരുന്നു. ഏതായാലും നമ്മൾ മാറ്റി പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ സുഹൃത്തുക്കളോടും നന്ദി അറിയിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ മാവിനെ ചട്ടിയിലാക്കുന്ന വീഡിയോ ആയിരുന്നു. ഇനിയുണ്ട് 2-3 സാധനങ്ങളൊക്കെ ചട്ടിയിലാക്കാൻ. അപ്പോൾ ഇവനും ഇങ്ങനെ ചട്ടിയിലാക്കണം. ഇവന് അടയിവിടെയൊക്കെ 2-3 മാങ്ങൊക്കെ ഇങ്ങനെ അടയിവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും